എയർടെൽ എക്സ്ട്രീം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഒരു വൈഫൈ കണക്ഷൻ നിങ്ങൾ വീട്ടിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. കമ്പ്യൂട്ടറിലെ സ്പീഡ് ടെസ്റ്റ്, ഫോണുകളിലെ സ്പീഡ് ടെസ്റ്റ് അടക്കം ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒപ്പം ഇതിന്റെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം. സോ ഒരു വൈഫൈ കണക്ഷൻ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം വരാനുള്ള 2-3 പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് എയർടെൽ എക്സ്ട്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നല്ല സർവീസ് ആണ്. അതേപോലെ ഒരു നെറ്റ് കട്ടാവാണ്, വൈഫൈ കട്ടാവാണെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം കട്ടാവാണെങ്കിൽ തന്നെ അതിന് മുൻപേ അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അതായത് ഒരു ഇഷ്യൂ ഉണ്ട്, അത് കട്ടാവാൻ പോകുന്നുണ്ട്, എത്ര സമയത്തേക്ക് പറഞ്ഞുകൊണ്ട് മുൻകൂട്ടി നമ്മളെ അറിയിക്കും എന്നുള്ള ഒരു നല്ല പരിപാടി ഉണ്ട് അവർക്ക്. അത് ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, അവരുടെ അറിവോട് കൂടി ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മുൻകൂട്ടി മെസ്സേജ് വഴി നമ്മളെ അറിയിക്കും. സോ അത് നല്ലൊരു ഫീച്ചറാണ്. ഒപ്പം തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മുടെ റോട്ടൊക്കെ വരികയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് തരുന്ന ഒരു പരിപാടിയും ഇവർക്കുണ്ട്. ഒപ്പം തന്നെ ഇഷ്ടംപോലെ പ്ലാൻസ് 300 MB/s സ്പീഡാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. 1490 രൂപയാണ്, 98 രൂപയാണ് അതിന്റെ വില. അതിന്റെ സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ സ്പീഡ് ടെസ്റ്റ് ഊക്കാന സൈറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മൾ ഗോ എടുക്കുകയാണ്. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. എയർടെൽ ഭാരതി എയർടെൽ കണക്ട് ആയിട്ടുണ്ട്. 1 2 3. ഓക്കെ, 300ലേക്ക് ഈസി ആയിട്ട് എത്തി. അതിന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് ഡൗൺലോഡ് സ്പീഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ അപ്ലോഡ് സ്പീഡാണ് കാണിക്കുന്നത്. അതും ഈസി ആയിട്ട് സെയിം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ സ്പീഡിന്റെ കാര്യം നമ്മൾ കണ്ടു. ഡൗൺലോഡ് ആൻഡ് അപ്ലോഡ് സ്പീഡ് ഒരു ഇഷ്യൂ ഇല്ല, സെറ്റായിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഫോണിൽ കൂടി നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ സെയിം ഊക്കല എടുക്കുകയാണ്. ആപ്പ് എടുത്തിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആപ്പിൽ ഇതാ ഗോ കൊടുക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇതാ സ്പീഡ് ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. 300ലേക്ക് സിമ്പിൾ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 310 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് ഓക്കെയാണ്. 300 MB/s പ്ലാനാണ്. 300 ചിലാനും കാണിക്കുന്നുണ്ട്. അപ്ലോഡ് സ്പീഡ് 380 370 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് റിസൾട്ട് കാണാം 319 376 റേഞ്ചിൽ. സോ അത് കണ്ടല്ലോ, നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റിയിൽ സ്റ്റെബിലിറ്റി യാതൊരു ഇഷ്യൂ ഇല്ല. പക്കവായിട്ട് പറയുന്ന സ്പീഡ് കൃത്യമായിട്ട് കിട്ടും. ഒരു പൊടിക്ക് കൂടുതലേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇത് കൂടാതെ വേറെയും പ്ലാനുകൾ ഉണ്ട് കേട്ടോ. 490 രൂപ പ്ലാൻ ഉണ്ട്, 40 MB/s. ഇത് നിങ്ങൾക്ക് ഹെവി സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ 1 GB/s സ്പീഡ് ഉണ്ട്. 3999 രൂപയാണ് അതിന്റെ പ്രൈസ്. ഞാൻ ഇവിടെ ഈ സംഗതി യൂസ് ചെയ്ത് നോക്കുന്നത് എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഗെയിം കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതെല്ലാം സെറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അതൊക്കെ ടോപ്പ് എൻഡ് കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ നോർമലായിട്ട് നമ്മുടെ വോയിസ് നെറ്റ് ബ്രൗസിംഗ് അല്ലെങ്കിൽ വീഡിയോ കോളിംഗ് ഇതൊക്കെ ഈസി ആയിട്ട് നടക്കുന്നത്. ഇത്രയും വലിയൊരു സ്പീഡ് സ്റ്റേബിൾ ആയിട്ട് കിട്ടിയാൽ പിന്നെ എന്താ നടക്കാത്തത്? പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർടെൽ ബ്ലാക്ക് ഇതിന്റെ ഭാഗമായിട്ട് എടുക്കണം. എയർടെൽ ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിനകത്ത് DTH സർവീസ് വരും, ഫൈബർ വരും, ഒപ്പം തന്നെ മൊബൈൽ പ്ലാൻസ് മൂന്നും കൂടി ഒരുമിച്ച് വരും. ഇതിനെല്ലാം സ്പെഷ്യലായിട്ട് കസ്റ്റമർ സർവീസും കാര്യങ്ങളും കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കിട്ടും. എല്ലാ തരം കാര്യങ്ങൾക്കും പ്രയോറിറ്റി ഉണ്ടാവും. ഇത് മൂന്നിനും കൂടി ഒറ്റ ബില്ല്, മൂന്നിനും കൂടി ഒറ്റ സർവീസ് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ മൂന്നിൽ ഏത് കംപ്ലൈന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കിട്ടും. ഏതിന്റെ കംപ്ലൈന്റ് വേണമെങ്കിലും സോൾവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. തീർച്ചയായിട്ടും നല്ല അഡ്വാൻറ്റേജ് ആണ്. അതിൽ തന്നെ പല പല ഓഫറുകളും പല പല രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. കൂടുതൽ എയർടെൽ താങ്ക്സ് ആപ്പ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റോട്ടർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിന്റെ എല്ലാ തരം കാര്യങ്ങളും പാസ്വേഡ് ചേഞ്ചിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എയർടെൽ താങ്ക്സ് ആപ്പിനകത്ത് തന്നെ മൈ വൈഫൈ സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സോ എല്ലാതരം സൗകര്യങ്ങളും ഈ ഒരു സംവിധാനത്തിൽ വരുന്നുണ്ട് ഈ എയർടെൽ എക്സ്ട്രീമിൽ. സോ മൊത്തത്തിൽ നന്നായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എയർടെൽ എക്സ്ട്രീം ഫൈബർ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് അതിന്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സംഗതി ടീം നല്ലതാണ് എയർടെൽ.